നമസ്തേ. വലിയ നോമ്പിൽ ഒരു സന്യാസി ഉപവാസം ആരംഭിക്കുന്ന കഥയുണ്ട്. ശരീരത്തിന്റെ വിശപ്പുകളാണ് ആദ്യ നിമിഷങ്ങളിൽ അയാളെ പ്രലോഭിപ്പിക്കുന്നത്. ഉപവാസം രണ്ടാമത്തെ ആഴ്ചയും തുടരുന്നു. ഇപ്പോൾ ദുസ്വപ്നങ്ങളാണ് അയാളെ ആക്രമിക്കുന്നത്. മോഹിപ്പിക്കുന്നവയും ഭീതിപ്പെടുത്തുന്നവയുമായ നിരവധി മായ കാഴ്ചകൾ കൊണ്ട് അയാളുടെ നിദ്ര നിറഞ്ഞു. മനസ്സിന് കനമേറി. ആ നിമിഷങ്ങളിൽ അയാൾ കഴിയുന്നിടത്തോളം ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ജാഗരണത്തിനായി അധിക സമയം അയാൾക്കുണ്ടായി. ശരീരത്തിനെയും മനസ്സിനെയും ഒരു തരത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമിച്ചപ്പോഴാണ് മൂന്നാമത്തേതും ഏറ്റവും അപകടപൂർണവുമായ പരീക്ഷണം അയാൾ നേരിട്ടത്. ആത്മാവിന്റെ പരീക്ഷണം. സാത്താൻ വന്ന് കാതിൽ ഇങ്ങനെ പറഞ്ഞു, നീ ഇത്രയധികം തീക്ഷ്ണമായി ഉപവസിച്ച് നിന്റെ ജലകാമനകളെ നിയന്ത്രിക്കുകയും ഏറെ നേരത്തെ ജാഗരണത്താലും ആത്മതപനത്താലും നിന്റെ മനസ്സിന് കടിഞ്ഞാനിടുകയും ചെയ്യുന്നുവല്ലോ. കൊള്ളാം, നീ എത്രമേൽ ഉന്നതനാണ്. നിന്റെ സഹോദരങ്ങൾക്ക് സാധിക്കുന്നതിലും അധികം നിനക്ക് കഴിയുന്നുവല്ലോ. നിഗളത്തിലേക്കാണ് അവൻ കെട്ടിവലിക്കുന്നത്. ആത്മീയ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്കാണ് മെല്ലെ മെല്ലെ ഉരുട്ടിക്കയറ്റുന്നത്. ദൈവകൃപയെ മറന്ന് സശക്തിയിൽ പുകഴുന്നതിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രിയ സുഹൃത്തെ, നമ്മുടെ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാൻ? ഒന്നാമത്തേതും ശരീരത്തിന്റേതുമായ പ്രലോഭനങ്ങളെപ്പോലും ഇന്നുവരെ മറികടക്കാൻ പറ്റാത്തതുകൊണ്ട് പിശാച് രണ്ടാമതും പിന്നെ മൂന്നാമതും നമ്മുടെ അടുത്ത് വന്നിട്ടില്ലല്ലോ. പ്രാർത്ഥിക്കാം. പാപി, നിന്റെ ഉടയവൻ ബലിപീഠത്തിന്മേൽ ബലിയർപ്പിക്കുന്ന സമയത്ത് നീ പരിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്തിനു പുറത്തേക്ക് പോകുന്നു? നിന്റെ അകൃത്യത്തിനു വേണ്ടി യാചിക്കേണ്ടതിന് പകരം പ്രയോജനമില്ലാത്ത കാരണത്താൽ എന്തിന് പുറത്തേക്ക് പോകുന്നു? ആകയാൽ നീ പോകാതെ ദൈവത്തിൽ നിന്ന് കരുണ യാചിക്കുക. ആമേൻ. ആദരവോടെ സഖേർ.